ഹലോ ആൻഡ് വെൽക്കം ടു ഓൾ ടീം ഫാബ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പതിപോലെ കോട്ടൺ മെറ്റീരിയൽസ് തന്നെ കാണിക്കുന്നത്. പിന്നെ ഓണം കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു 44 ഇഞ്ചസ് വിഡ്ത്തിൽ വരുന്ന ഒരു മെറ്റീരിയൽ കാണാം. ഇത് നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. യെല്ലോയിലാണ് വരുന്നത് കേട്ടോ. യെല്ലോയിൽ വൈറ്റ് ബുട്ട വരുന്നുണ്ട്, അതിന് നടുക്കൂടെ വീണ്ടും ഒരു യെല്ലോ വന്നിട്ട്. അപ്പോൾ ഇതുപോലെ ലൂറക്സ് ലൈനും കൂടെ വരുന്നുണ്ട് അതിനകത്തൂടെ. പക്ഷെ അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. സോ നമുക്കൊരു 44 ഇഞ്ചസ് തന്നെ വിഡ്ത്ത് വരുന്നുണ്ട്. 128 വന്നിരിക്കുന്നത്. ഇപ്പം മെറ്റീരിയൽ കുറച്ച് ഷോർട്ടേജ് വരുന്നുണ്ട്, കാരണം അവിടെ എന്തൊക്കെയോ സ്ട്രൈക്കും ഫാക്ടറി എന്തൊക്കെയോ ക്ലോസ് ചെയ്യോ വെള്ളമൊക്കെയുണ്ട്, നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. വേഗം അതെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം. സോ എന്തായാലും നമുക്കിത് 128 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാരി ബ്ലൗസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് കോഡ് സെറ്റ് നല്ല രസമായിരിക്കും. സ്ലീവ് ഉള്ളതാണെങ്കിലും സ്ലീവ്ലെസ് ആണെങ്കിലും ഷോർട്ട് ടോപ്പ് ആണെങ്കിലും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് ടോപ്പ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തൊരു വൈറ്റ് പാൻസ് ഉണ്ടെങ്കിൽ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. സോ ഇത് കുറച്ചേ ഉള്ളൂ, ഇത് ഫ്ലെക്സ് കോട്ടണിൽ കുറച്ചേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ 138 ആയിരുന്നു ഫ്ലെക്സ് കോട്ടൻ്റെ റേറ്റ്. ആൻഡ് ദിസ് വൺ ഇസ് 128. ബ്യൂട്ടിഫുൾ കളർ കേട്ടോ. ഭയങ്കര കണ്ണ് കുത്തുന്ന മഞ്ഞല്ല, നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ. അപ്പോൾ ഇതുപോലെ എടുക്കുന്നു. ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് ഇടാം. ഈ ഞാൻ കുറേ യെല്ലോ തപ്പി, ഇവിടെ യെല്ലോ ഇതിന് മാച്ച് ആവുന്ന കിട്ടുന്നില്ല. അപ്പോൾ വൈറ്റ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ മസ്റ്റ് ബൈ എന്ന് പറയുന്നൊരു ഐറ്റമാണിത്. സോ അപ്പോൾ അതിനു മുമ്പ് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകുന്നതിന് എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. ആൻഡ് ഇഷ്ടമുള്ളവരായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സോ ദാറ്റ് ഇസ് ആർ ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇത് ജസ്റ്റ് 4 മീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ് കാണിച്ചിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വാട്സാപ്പിൽ നിന്നും അതുപോലെ ഇൻസ്റ്റയിൽ നിന്നും കണ്ടമാനം ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 റോളിലും എല്ലാം നോക്കിയിട്ട് ആകെ ഒരു 4 മീറ്റർ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും എടുക്കുന്നത് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. 128 മീറ്റർ റേറ്റ് വരുന്നത്. കോഡ് സെറ്റിന് നല്ല ഭംഗിയാണ്. ആൻഡ് ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് പ്ലെയിൻ പാൻസും ഉണ്ട്. ഇതിന് വന്നിരിക്കുന്നത് 115 കേട്ടോ. നമുക്ക് ആ ഡിസ്ചാർജ് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ, അത് ക്യാമ്പ്രിക്കിൻ്റെ കുറച്ചും കൂടെ പ്രീമിയം. അപ്പോൾ ഇതിന് കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ 2.5+2 അങ്ങനെ വേണം. ഇനി 4 മീറ്റർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ 115 ഇതിന് വരുന്നു. ആൻഡ് ദിസ് വൺ ഇസ് ഫോർ 128, 44 ഇഞ്ചസ് വിത്ത്, ജസ്റ്റ് 4 മീറ്റേഴ്സ് ഉള്ളി കേട്ടോ, അത് ഓർക്കണേ. അപ്പോൾ അത് ഭംഗി എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു. ഇനി നമുക്ക് കുറച്ച് ബിഗ് വിത്ത് മെറ്റീരിയൽസാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു ഫ്ലോറലാണ്. നല്ല ഡിമാൻഡായിരുന്നു ഇതിന്. പറഞ്ഞ പോലെ ക്രീം. ഇത് റീസ്റ്റോക്ക് അല്ല, എൻ്റെ അടുത്ത് ബാക്കിയുള്ള മെറ്റീരിയൽസ് ഞാൻ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് 57+ ഇഞ്ചസ് തന്നെ വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയല്ലേ, വിഡ്ത്ത് ടു വിഡ്ത്ത് മടങ്ങി. ഇതിപ്പം ഇതാണല്ലോ വിഡ്ത്ത് ടു വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് വേണ്ടേ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത് അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അത് തയ്ക്കുന്നവർക്കാകുമ്പോൾ അറിയാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ടൈലറോടൊന്ന് ചോദിച്ചിട്ട് എടുക്കുക, വെറുതെ വേസ്റ്റ് ആക്കുന്ന കാര്യമില്ല. 138 റുപ്പീസാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് 2 പീസിലാണ് വന്നത്, ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട്. ഈ ഒരു ഓഫ് വൈറ്റിലോട്ട് ഇതുപോലെ മൾട്ടി കളേഴ്സിൻ്റെ ഒരു ത്രെഡാണ് വന്നിരിക്കുന്നത്. ഗ്രേ ഉണ്ട്, പീച്ച് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, സോ മെനി കളേഴ്സ് അത്. സോ ബേസ് കളർ വന്നിട്ട് ഒരു ക്രീമാണ് കേട്ടോ. അപ്പം ടോപ്പ് ആൻഡ് പാൻസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ബോത്ത് ആർ 57+ ഇഞ്ചസ്. 138 റുപ്പീസാണ്. 138 റുപ്പീസ് പെർ മീറ്റർ. പ്യോർ കോട്ടണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഒരു പ്ലെയിൻ മെറൂൺ ഞാൻ ഇടാം. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ഡിസ്ചാർജ് പ്രിന്റ് വരുന്ന ക്യാമ്പ്രിക് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല രസമായി, നല്ല, അതായത് ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെ. ഓക്കെ, ഞാൻ പിടിച്ച് വലിച്ചു, ഒരു മിനിറ്റ്. ഇതേപോലെ നല്ല ഡാർക്ക് മെറൂണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഷെയ്ഡാണ്. എപ്പോഴും എല്ലാവരുടെയും കയ്യിൽ മെറൂൺ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഈ പ്ലെയിൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മാച്ചിങ് ആയിട്ട് പ്ലെയിൻ മെറൂൺ ആൻഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ. ദിസ് ഓൾസോ ബിഗർ വിഡ്ത്തിലാണ് ഇതുപോലെ വന്നിരിക്കുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ എടുക്കുക. ഒരു നിർബന്ധവുമില്ല പാൻസ് എടുക്കണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഈ ബ്രൈറ്റ് ഷെയ്ഡ് ഇതിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഇതിന് ഒന്നും കൂടി ഒരു എടുപ്പ് വരുന്നുണ്ട്. സോ ദിസ് ഓൾസോ ബിഗ് വിഡ്ത്ത്. ഇതിന് പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട, എങ്ങോട്ട് വേണേൽ നമുക്ക് തയ്ക്കാം. അതായത് വിഡ്ത്ത് വൈസ് ഉണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ മാത്രം എടുത്താൽ മതി. ഇതൊരു 56 ഇഞ്ചസോളം വിഡ്ത്ത് വരുന്നുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ 138 റുപ്പീസ് പെർ മീറ്റർ. ഇത് വരുന്നത് 44 ഇഞ്ചസാണ് മെറൂൺ കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-2.25 ഉണ്ട്, സുഖമായിട്ട് പാൻസ് തയ്ച്ചെടുക്കാം. സോ ദിസ് വൺ ഇസ് 138 റുപ്പീസ് പെർ മീറ്റർ. നല്ല ക്യാമ്പ്രിക്കിൽ തന്നെ പ്രീമിയം കളക്ഷനാണ് ഇത്. ജയ്പൂരിൻ്റെ, അത് നമുക്ക് കോട്ടണിൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് ഷുഡ് സേ. അനദർ വൺ ഇസ് സിംഗിൾ പീസാണ്.
കോഡ് സെറ്റിന് പറ്റി. ഇതൊരു നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു ത്രെഡ് എംബ്രോയിഡറി ചെയ്ത പോലെ, അതുപോലെയാണ് ഇത് വന്നേക്കുന്നത്. നല്ലൊരു ബ്ലൂവിൽ, ഇറ്റ്സ് വെരി റോയൽ, നല്ല രസമായിട്ടുള്ളൊരിത്. നമുക്ക് പെട്ടെന്ന് തോന്നും ഇതുപോലെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന പോലെ തോന്നും. ഒരൊറ്റ സെക്കൻഡ് ഇവനൊന്ന് ശരിക്കിടണമല്ലോ. ആ കേട്ടോ, നമുക്കിങ്ങനെ പെട്ടെന്ന് തോന്നും നമുക്കിത് എംബ്രോയിഡറി ആണോ തോന്നും. പക്ഷെ 1 സെക്കൻഡ്, ഐം സോറി. ഓക്കെ, ഇതേപോലെ. ഓക്കെ, അതുണ്ടോ ഒരു ഗോൾഡൻ ഇതുപോലെ. പക്ഷെ ഇത് എന്താ പറയുക, ഇത് പ്രിൻ്റാണ്, നമുക്ക് എംബ്രോയിഡറി വർക്ക് അല്ല. ഇതുപോലെ പ്രിൻറ്റ് ആ ഒരു റോയൽ ബ്ലൂവിലേക്ക് എക്വ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ആൻഡ് ഒരു വൈറ്റും കൂടെ വെച്ചിട്ട് നല്ല രസമായി. ഇത് കോഡ് സെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ലൈറ്റ് ഷെയ്ഡാണ്, ബീങ് ലൈറ്റ് ഷെയ്ഡ്, അപ്പോൾ കളർ ലീക്കേജിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. ഡാർക്ക് ഷെയ്ഡ്സ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊരു കളർ കാർഡ് യൂസ് ചെയ്യണം, ഞാൻ നിർബന്ധമായിട്ട് പറയണം. ഇത് ഓൾസോ കണ്ടോ എത്ര വീതിയാന്ന് നോക്കി. നമ്മളിങ്ങനെ മടക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലെങ്ത് അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ടൈലറോട് സംസാരിച്ചെടുക്കുക. ദിസ് ഓൾസോ 138 rupees per meter. ഓൾറൈറ്റ്, സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനിടയ്ക്ക്, പെട്ടെന്ന് പറയുകയാണ്. അതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൊടുത്തിട്ട് ഒരു കൊച്ചു കമൻറ്റ്, ഒരു ഹാർട്ടെങ്കിലും എനിക്ക് തരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണേഴ്സ് നമ്മുടെ പോൾക്ക. ഇപ്പോൾ പോൾക്കയും സ്ട്രൈപ്സും ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ബിഗ് വിത്തിലാണ് വന്നേക്കുന്നത്. ഈ പോൾക്കയുടെ കൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, എങ്ങോട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട്. മറ്റേ ജസ്റ്റ് ഷോ സി. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ലെങ്ത് കൊടുത്തിട്ട് തയ്ച്ചാൽ മതി. എനിക്കൊന്ന് 2 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ എക്സലുകാർക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അത് നോക്കിയിട്ട് ചെയ്യാം. സോ പോൾക്കയിലാണ് വന്നേക്കുന്നത്. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, വെരി സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ലൈനിങ് വേണോ എന്ന് ചിലർ ചോദിക്കുന്നത്, അത് ഞാൻ എപ്പോഴും ലൈനിങ് പറയുന്നതുകൊണ്ട്, ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയൽ. പക്ഷേ ഞാൻ ലൈനിങ് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബോഡി പാർട്ട് ലൈനിങ് കൊടുക്കാമെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടും, സ്റ്റിച്ചിങ്ങിന് ഒരു പെർഫെക്ഷൻ കിട്ടും. ലൂസ് ഫിറ്റ് ഒക്കെ ആണെങ്കിൽ നോക്കണ്ട, കോഡ് സെറ്റിനൊന്നും പ്രശ്നമില്ല. ഇനി നമുക്കിത് വേണമെങ്കിൽ പാൻസ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ടോപ്പ് കൊടുത്താലോ, തിരിച്ച് ഇത് പാൻസും ഇത് ടോപ്പുമായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. ആൻഡ് ദുപ്പട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഭയങ്കര അങ്ങനെ കട്ടിയല്ല, ഈവൻ സോഫ്റ്റ് ആണെങ്കിൽ പോലും വെരി ഫ്ലോയി ആണ് മെറ്റീരിയൽ. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദുപ്പട്ട ഓൾസോ. അതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് പറയണം. അതായത് നിങ്ങളുടെ ഹൈറ്റ്, ദുപ്പട്ട എങ്ങനെ ഇടുന്നത്, തലയിൽ കൂടി ഇടുന്നവരാണോ, വൺ സൈഡ് അതൊക്കെ നോക്കിയിട്ട് പറയാം. എന്തായാലും ഒരു ബ്ലാക്ക് ടോപ്പും ഇത് പാൻസ് ആൻഡ് ദുപ്പട്ടയായിട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവാം. ഇല്ലെങ്കിൽ നമുക്ക് പാനൽ ചെയ്താൽ രസം ഉണ്ടായിരിക്കാം ബ്ലാക്ക് വെച്ചിട്ട്. ഇനി ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പാൻസ് ഉണ്ടെങ്കിൽ ഒരു സാധാരണ ടോപ്പ് അടിച്ച് ഷർട്ടും കോളർ നെക്കോ ഒക്കെ വെച്ചിട്ട് ചെയ്താൽ രസം ഉണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ ഫ്രോക്ക് രസം ഉണ്ടാവും, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഹൗ പോൾക്ക ഇസ് ട്രെൻഡിങ് നൗ. സോ ബ്ലാക്ക് ആൻഡ് ക്രീമിൻ്റെ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ അതെടുക്കുക. ഇത് 2 റോളാണ് നമുക്ക് വന്ന്. ഒരു റോള് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി അവർ മൊത്തം ആയിട്ട് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ 32 34 മറ്റേ മീറ്റേഴ്സ് ഉണ്ട്, അത് അങ്ങനെ തന്നെ പോയി. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ പീസ് ബാക്കി. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കുക. ബ്ലാക്ക് നമ്മുടെ അടുത്ത് പ്ലെയിൻ കുറച്ചുണ്ട്, അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക. 115 ആണ് ബ്ലാക്കിൻ്റെത്. ഇതിപ്പോൾ ഒരു 2.25 മീറ്ററായി ഈ പീസ് കേട്ടോ. 115 ആണ് ബ്ലാക്കിന് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 138. സോറി, ഇത് നമുക്ക് 128 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പോൾക്ക 128 വന്നത്, മര്യാദ ഒന്ന് ശ്രദ്ധിക്കണേ. പോൾക്ക നമുക്ക് 128 വന്നു, കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്, പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 128 കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നമുക്കൊരു സ്ലബിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്ലബ് കോട്ടൺ നിങ്ങൾക്കറിയാം. നമുക്ക് ഇതുണ്ട്, ഇത് കൈ വരുമ്പോൾ ഇനിയും കൂടെ അടുത്ത് പോകാൻ വരിക. ഇതുണ്ടോ ഒരു കൊറാ കോട്ടൻ്റെ ഒക്കെ സ്റ്റൈലിൽ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. സി, ഇത് നല്ല കോട്ടൺ ആണ്. നിങ്ങൾക്ക് ലൈനിങ് ആവശ്യമുണ്ടെങ്കിൽ വെക്കുക. പിന്നെ ഒരു അക്വ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, അക്വ ബ്ലൂ നമുക്ക് പറയാം, ലൈറ്റ് ബ്ലൂ ആയിട്ട്. ആൻഡ് അതിൽ നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡും പിന്നെ വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഇത് കോഡ് സെറ്റിന് വണ്ടർഫുൾ ആണ്. ആൻഡ് ടോപ്പ് എടുത്തിട്ട് ചെയ്യാം. ആൻഡ് ഇതിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് വൈസാണ് വരുന്നത്. മര്യാദ അതാണ്ട് ആ സൈഡ് നോക്കിയോ, ഇതുണ്ട്, ഇങ്ങനെ നമുക്ക് വിഡ്ത്ത് വൈസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രിന്റിന്റെ പ്രശ്നം വരുന്നില്ല. ചില പ്രിന്റുകൾ നമുക്ക് ലെങ്ത് വൈസ് തന്നെ മെറ്റീരിയൽ എടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് വിഡ്ത്ത് വൈസും തയ്ക്കാവുന്നത് കൊണ്ട് നമുക്കൊരു 2 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്തെടുക്കാം. അതാണ് ഈ ബിഗ് വിഡ്ത്ത് വരുമ്പോൾ ഉള്ള പ്രത്യേകത. പക്ഷേ എപ്പോഴും നിങ്ങൾ പ്രിന്റ് ചോദിക്കണം കേട്ടോ. ഇതുപോലെയാണ് വിഡ്ത്ത് വൈസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നീളത്തിൽ നമുക്ക് കിട്ടും. ഈ ലെങ്ത് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ഒരാൾക്ക് കിട്ടും. നൈറ്റ് തയ്ക്കാൻ പോലും എനിക്ക് തോന്നുന്നു 2.5 മീറ്റർ മതിയെന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് ഓൾസോ ജസ്റ്റ് 138 rupees per meter. അപ്പോൾ അവരുടെ സ്ട്രൈക്ക് പോവുകയാണെങ്കിൽ റേറ്റ് കൂടുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം നമുക്ക് സെയിം റേറ്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു നല്ലൊരു ബ്ലൂ ആണ്. ഇറ്റ്സ് വെരി റോയൽ അഗെയിൻ, വെരി വെരി സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല രസമാണ്. ഇത് എനിക്ക് അറിയത്തില്ല എത്രത്തോളം കറക്റ്റാണ് ഇതിനകത്തൂടെ കാണുന്നതെന്ന്.
നിങ്ങൾ എത്രത്തോളം കറക്റ്റാണ്, ഇതിൻ്റെ ഒറിജിനലാണോ മരിയ കളർ കാണുന്നത്, ആ ബ്ലൂ ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷൻ നല്ല രസമാണ്. മജന്തയിലോട്ടൊക്കെ ബ്രൈറ്റ് അല്ല, നല്ല രസമുള്ളതാണ്. ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും തയ്ക്കാം. അതുകൊണ്ട് തന്നെ വിട്ട് ലെങ്ത് വൈസ് എടുക്കണം എന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ തുണി കൊണ്ട് നമുക്കിത് തയ്ക്കാം. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. 138 ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ, ബ്യൂട്ടിഫുൾ. ഇത് കണ്ടോ, ഇത് ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഈ മെറ്റീരിയൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം കേട്ടോ, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പോൾ ഇതുപോലെ വന്നിരിക്കുന്നു. 138 ടോപ്പ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബോട്ടമായിട്ട് ഇത് നമുക്ക് ടോപ്പായിട്ട് എടുക്കാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ. ആൻഡ് ഇത് നിങ്ങൾ മസ്റ്റ് ബൈ എന്നൊക്കെ പറയല്ലേ, അതുപോലെ ഇത്ര നല്ല ക്ലോത്താണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ലെങ്ത് വൈസ് ആണ് വന്നിരിക്കുന്നത്. ലെങ്ത് വൈസ് വന്നാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ വിട്ട് ടു വിട്ട് മടക്കിയിട്ട് ചെയ്യാൻ അവരോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെ തേരുകൾ തമ്മിൽ മടക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് ഉൾവശമാണെന്ന് തോന്നുന്നു കേട്ടോ, ഇതാ നല്ല വശം, സോറി. ഇങ്ങനെ കണ്ണ് വല്ലാണ്ടാകുന്നുണ്ടോ? ഇതേപോലെ ചെയ്തിട്ട് അവരോട് സംസാരിച്ച് നോക്കുക. ഇതെനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഏതാ നല്ല വശം, നോക്കി ഇതാന്ന് തോന്നുന്നു. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു സിംഗിൾ പീസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുത്ത് വയ്ക്കുക. പക്ഷെ നല്ല രസം ഉണ്ടാകും. കുറച്ചൊരു മിക്സ് ആൻഡ് മാച്ച് സ്റ്റൈലിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നെക്കും സ്ലീവ്സും സൈഡ് സ്ലിറ്റും ഒക്കെ ചെയ്തിട്ട് ചെയ്യാം, നല്ല രസമാണ്. ആൻഡ് ഇപ്പോൾ എ ലൈൻ എടുക്കുന്നവർക്കാണെങ്കിൽ 2.5 മീറ്റർ ഉണ്ടെങ്കിൽ 3 എടുക്കുന്നവർക്ക് 2.5 മീറ്റർ ധാരാളം മതി. കാരണം എ ലൈൻ ആകുമ്പോൾ നമുക്ക് അടിയിൽ കുറച്ച് വീതി ഉണ്ടെങ്കിലും നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് എടുത്താൽ മതി. 2.5 + 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ലൈൻ സുഖമായിട്ട് ചെയ്തെടുക്കാം. സോ ഇതാണ് 138 വന്നിരിക്കുന്ന കളക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സ്ഥിരം കുറേ പേരായിട്ട് ഓണത്തിൻ്റെ കാണിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഓണത്തിൻ്റെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇക്കത്തുള്ളത് ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഇക്കത്ത് വന്നിരിക്കുന്നത് 185 ഇത് നമുക്ക് പ്യുവർ ഇക്കത്താണ്. ഇക്കത്ത് പ്രിൻറ്റോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ, പ്യുവർ ഇക്കത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് വീവിങ് ആയിരിക്കും, ഇത് നെയ്ത് വന്നിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ശരിക്കും നിങ്ങൾക്ക് അറിയാം ഇക്കത്തിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാന ഇസ് പോപ്പുലർ ഫോർ ഇക്കത്ത്. ഇത് നല്ല മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നു. ആൻഡ് ഹാൻഡ്ലൂം നമുക്കറിയാമല്ലോ, അതിൻ്റെ പവർ ലൂം ഉണ്ട്. പവർ ലൂമിൽ കുറച്ചുകൂടി റേറ്റ് കുറവ് കിട്ടുമായിരിക്കും. സോ 185 വന്നിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് ബ്ലൗസിനൊക്കെ ധൈര്യമായിട്ട് ലൈനിങ് ഒന്നും ഇല്ലാതെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. 1 is യെല്ലോ, അനദർ 1 is നല്ലൊരു ചില്ലി റെഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനദർ 1 is റോയൽ ബ്ലൂ, ഒരു റോയൽ ബ്ലൂവിലും കൂടെ വന്നിട്ടുണ്ട്. ഏത് മൊത്തം ഒന്ന് കാണിക്കണ്ടോ, ഇതേപോലെ റോയൽ ബ്ലൂവിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു സെക്കൻഡേ, ആൻഡ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഡ്രാസ് ചെക്കും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബ്ലൗസിന് പറ്റിയ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് 44 to 46 ഇഞ്ചസിലാണ്. നിങ്ങൾക്ക് 1 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മതിയായിരിക്കും. 1 മീറ്റർ മുതൽ കട്ട് പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മെറ്റീരിയൽ എടുത്താൽ മതി. സോ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ മെഡ്രാസ് ചെക്ക് വന്നിരിക്കുന്നത് 165 ആൻഡ് ഇത് 3 വന്നിരിക്കുന്നത് പ്യുവർ ഇക്കത്തിൽ വന്നിരിക്കുന്നു. കോട്ടൺ ആണ് എല്ലാം വന്നിരിക്കുന്ന മെറ്റീരിയൽ. ആൻഡ് ദിസ് ഇസ് 185 rupees per meter. ഇനി ഞാനിത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി കേരള കാണാം. ഇതാ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ക്ലോസർ വരിക. അതായത് നമുക്കൊരു ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ത്രെഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഒരു ചെറിയ ബുട്ട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ നെയ്ത്ത്, ഇത് 1 ലെയർ കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ചിലപ്പോൾ എനിക്ക് ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ വെച്ചത് ഇതിന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഉൾവശത്ത് നെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെ ഇത്രയും ത്രെഡ് വെച്ചിട്ട് അത് ചെയ്തേക്കുന്നത് ടു ഗെറ്റ് ദിസ് ഡിസൈൻ. സി ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ദിസ് വൺ ഇസ് വെരി നൈസ്. അപ്പോൾ ഇത് നമ്മൾ സാരി ആയിട്ടോ ഇനി സ്കേർട്ടായിട്ടോ ഇനി അല്ല സൽവാറിൻ്റെ എന്തെങ്കിലും കോമ്പിനേഷൻ ആയിട്ടൊക്കെ ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കം ക്ലോസ്, ജസ്റ്റ് ഹാവ് എ ലുക്ക്. ഇതിലേതാണ് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളത്. ഇതെല്ലാം നല്ല രസമുണ്ട്. സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. സോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 165 കേട്ടോ. ഇതിൻ്റെ എല്ലാം റേറ്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, 165 ആയിരിക്കും. അപ്പോൾ ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ മാത്രം റേറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, എല്ലാം കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അനദർ 1 is നമുക്കൊരു 5 ലൈൻസിൽ ഗോൾഡൻ ല്യൂറക്സ് ലൈൻ പോകുന്നതാണ്. ഇതേപോലെ അഗെയിൻ യു ജസ്റ്റ് കം ക്ലോസ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1 2 3 4 5 യാ ഇവിടെ ഒരു 5 ലൈൻസ് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ത്രെഡ് വർക്ക് പോലെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക ഏതെങ്കിലും ബ്ലൗസിന് വേണോ, ഇനി ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കുക. സ്കേർട്ടോ സാരിയോ ഒക്കെ ചെയ്തെടുക്കാം. സാരിക്ക് നമുക്ക് ലെങ്ത് കിട്ടും. നമുക്ക് സി ദിസ് വൺ കണ്ടോ, ഇത്രയും നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ യു ക്യാൻ മേക്ക് ഇറ്റ് സാരി 46 ഇഞ്ചസ് തന്നെ വിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്യുവർ കോട്ടൺ ആണ് ആൻഡ് റോ ഇറ്റ് ഇസ്. ഓൺലി തിങ് ഇതിനകത്തൂടെ ഈ ലൈൻ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ കളർ ഡൈ ചെയ്തിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ ബയോവാഷോ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് കളർ ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയോവാഷിന് പോകും, അതായത് പ്രീ വാഷിന് പോയിട്ടാണ് കളറിങ് പോകുന്നത്, ഡൈയിങ് പേർപ്പസിന് പോകുന്നത്. ഇത് നമുക്ക് റോ ആണ്, അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി ഷ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ തയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുരിദാറോ എന്താ വെച്ചാൽ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 1 to 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 to 1 ഇഞ്ച് നിങ്ങൾ ഒരു എക്സ്ട്രാ ഇട്ടിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ ഇനി നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചുരുങ്ങിയില്ലെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു ഓപ്ഷനെങ്കിലും ഇട്ട് വെക്കുക. അപ്പോൾ ഒരു ചെറിയ ഷ്രിങ്കേജ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 2.5 എടുക്കുന്ന ആൾ 2.25 എടുത്തേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് ഇപ്പം നമുക്ക് പുതുതായിട്ട് ഇടാൻ വേണ്ടി തയ്ക്കുന്നതെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഇട്ടേക്ക്, അത് വണ്ണം കൂട്ടണമെങ്കിൽ. ഇനി അത് ഷ്രിങ്കേജ് വന്നിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കുക. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗോൾഡൻ ലൈന് 2 എണ്ണവും, പിന്നെ അതിനകത്തൂടെ ഇതുണ്ട്, ഈ പോർഷൻ കണ്ടോ, അതേപോലെ തന്നെ ഒരു സെൽഫ് ത്രെഡ് വർക്ക് പോലെ ഇത് വന്നിരിക്കുക. ഒരു ഡിസൈൻ അതേ വന്നിരിക്കുന്നത് കേട്ടോ, നല്ല ഭംഗിയാണ്. അത് പ്ലെയിൻ ഇടുന്നതിനേക്കാൾ നല്ല രസമല്ലേ ഇത്, കുറച്ച് നല്ല രസമാണ്. ജെൻസിനാണെങ്കിലും കുർത്തിയില്ലേ, അവർക്ക് കുർത്ത അത് ചെയ്യാൻ നല്ല രസമാണ്. അന്ന് ക്രീം കളർ മുണ്ടിൻ്റെ കൂടെ ഗോൾഡൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചേട്ടനാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും സാരി ബ്ലൗസിനോ ചെയ്തെടുക്കണമെങ്കിൽ അത് നല്ലതാണ്. സോ ദിസ് ഇസ് ഓൾസോ 165 rupees per meter. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ഐ വിൽ ഗോ ഫോർ എ സിൽവർ ന്യൂറക്സിൽ പോകാം. ഇനി സിൽവർ ഇഷ്ടമുള്ളവർക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിൽവറിൻ്റെ കൂടെ ഏറ്റവും ചേരുന്നത് ബ്ലാക്ക്. ഓക്കെ, ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം ചേരും. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സിൽവർ ലൈനാണ്. നമ്മൾ നേരത്തെ കണ്ട 5 ലൈൻസ് ഉണ്ടായിരുന്നില്ലേ ഗോൾഡൻ, അതിൻ്റെ 5 ലൈൻ സിൽവറാണ് പോയേക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ത്രെഡ് വർക്ക് പോലത്തെ സംഭവം ഇതിൽ പോയിട്ടുണ്ട്. 165 അഗെയിൻ 46 ഇഞ്ചസ് ആണ്. ഇവിടുന്ന് നല്ല എവിടുന്ന് നിങ്ങൾ പോളിസ്റ്റർ മിക്സ് അല്ലാത്ത പ്യുവർ കോട്ടൺ എടുത്താലും ഷ്രിങ്കേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും മെറ്റീരിയൽ എടുക്കാൻ. കടയിൽ ഡയറക്റ്റ് പോയി മേടിക്കുകയാണെങ്കിലും ഒക്കെ ഉറപ്പായിട്ടും, കാരണം ഇത് റോ മെറ്റീരിയൽ ആയിട്ട് തന്നെ കളർ ഡൈയിങ്ങിനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഉണ്ടാവും. ഇത് ചുരുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് പോളിസ്റ്റർ മിക്സ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങും, ഉറപ്പുള്ള കാര്യം. നെക്സ്റ്റ് വൺ മൾട്ടി കളർ ബുഡ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് സാരിക്ക് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന, ഒരു മിനിറ്റ് മറിയ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പോർഷൻ. ഇത് കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ ഇതിനകത്തൂടെ പോയേക്കുന്ന വീവിങ് നിങ്ങൾക്ക് കാണണോ, ഇതുണ്ടോ, നമ്മൾ ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇത്രയും പോയിട്ടാണ്, നെയ്ത്ത് പോയിട്ടാണ് നമുക്ക് പുറത്ത് ഈ മൾട്ടി ഷെയ്ഡ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുർത്തിയൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ലോക്ക് ചെയ്ത് എടുക്കാൻ പറയണം കേട്ടോ. നല്ല കോട്ടണിലാണ്, പ്യുവർ കോട്ടണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ കോട്ടൺ മാത്രം യൂസ് ചെയ്യുള്ളൂ, അലർജി അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈനിങ് വെക്കണം. കാരണം ഇതിനകത്ത് കണ്ടോ, ഈ ഒരു ത്രെഡ് വരുന്നത് കൊണ്ട് തന്നെ ബോഡി ലൈനിങ് വെച്ച് തന്നെ ചെയ്യണം. സാരി ബ്ലൗസ് നമുക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഷെയ്ഡ്സ് ഇതിനകത്ത് ഇപ്പം മരിയ കം ക്ലോസ്, you can see this pink violet പോലത്തെ കാണാം. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ റെഡ് കാണാം, യു ക്യാൻ സീ ബ്ലൂ കാണാം, യു ക്യാൻ സീ യെല്ലോ ഹിയർ, ഗോൾഡൻ കളറിൽ യെല്ലോ ഉണ്ട്, യു ക്യാൻ സീ ഗ്രീൻ ഹിയർ. സോ ഈ ഞാൻ എടുത്ത് വെച്ച ഈ കളേഴ്സ് എല്ലാം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കുവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. ദിസ് ഓൾസോ 165 rupees per meter. ഇപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയെന്നൊക്കെ അറിയുന്നു. അപ്പോൾ എല്ലാവരും നല്ല തിരക്കായിട്ടുണ്ടാവും അല്ലേ. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റയിലും ഞങ്ങളിപ്പം കുറച്ച് ആക്റ്റീവായി വരുന്നുണ്ട്, അപ്പോൾ അവിടെയും കൂടി ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ മീറ്റ് വിത്ത് അനദർ വീഡിയോ സൂൺ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.